അപ്പൊ റോസ്മിനെ അവിടെ സംഭവിച്ച ഒരു അബദ്ധമെങ്കിലും പറയാമോ? അമ്മലേട്ട ഫോൺ ചെയ്തപ്പോ ആ അമ്മലേട്ട ഞാൻ ചെയ്യാന്ന് പറഞ്ഞതിന്റെ ഫസ്റ്റ് അബദ്ധം. പിന്നെ ആ ടൊമറ്റോ ഞങ്ങൾക്ക് ഇങ്ങനെ ബാൽക്കണി ഇല്ല, അപ്പൊ ഞങ്ങൾക്ക് ജനല് ചാടിയിട്ട് വേണം. അപ്പൊ ഈ അപ്പുറത്ത് താമസിക്കുന്നതിന്റെ കോ ആർട്ടിസ്റ്റുകളായ ഒരാളിൽ തിരിക്കണം. അപ്പൊ നിങ്ങൾ ജനലും മുതൽ ഞങ്ങൾ സ്ഥിരം ജനല് ചാട്ടായിരുന്നു. ഈ ആഘോഷങ്ങൾ തിമിർത്താടി എന്നൊക്കെ അറിയാം. അച്ഛന്റെ ഗ്ലാസ് പോയിരുന്നോ, ഇവിടെ വെച്ച ഗ്ലാസ് അറിയില്ല, അത് ആരും അടിച്ചതാണെന്നോ അത് താഴെ വീണ് പോയതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നടന്ന് കടക് വിരുദ്ധമാണെന്ന് കേട്ടത് സത്യമാണോ? അത് പിന്നെ ചില സാഹചര്യം പുറത്തു പറയാൻ പാടില്ലാത്തോണ്ട് അതൊക്കെ തന്നെ ഇരുന്നോട്ടെ. എന്തിനാ ജോലിച്ചേട്ടാ ഇല്ലാ കഥകളുമായി പറയണോ? പിന്നെ ആണോ? എനിക്ക് ജയ്സൺ അറിയാം വർഷങ്ങളായിട്ട്. ജയ്സ് ഒരു അപാര കുക്കാണ്. കുക്കുന്നല്ല ഞാൻ പറഞ്ഞ അപാര കുക്കാണ്. ഓക്കെ, റോസ്മൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇവന്റെ കൈപുണ്യം ആസ്വദിക്കാൻ ഈ സെറ്റിൽ സാധിച്ചോ റോസ്മിനുമാരുള്ള ആർട്ടിസ്റ്റ്? ഇല്ല, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ ലൊക്കേഷനിൽ കുക്കാണ്. അതെ, ഈ ലൊക്കേഷനിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. കാരണം നമ്മുടെ ലൊക്കേഷനിലുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഈ ലൊക്കേഷൻ ഞാൻ മരതകം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ട് എല്ലാ ദിവസവും അത് നൈറ്റ് ഫുൾ ഷൂട്ട്. അവിടെ ഷൂട്ടിങ്ങിനിടയിൽ എന്റെ മെയിൻ പണി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിന്റെ ഇടയിൽ കട്ട് പറഞ്ഞത് സീനാവ് വീണിട്ടുണ്ട് ഓർഡർ പോയി വിജയിക്കാൻ. പക്ഷെ ഞങ്ങൾ ഗുമസ്തനിൽ ഭയങ്കര ഞാൻ ആദ്യം പറഞ്ഞു, ഗുമസ്തന്റെ സ്ക്രിപ്റ്റിന്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തൊട്ടേ, റൈറ്റിംഗ് സമയത്ത് തൊട്ടേ ജെയ്സന്റെ അപ്പൊ ഒക്കെ അടുക്കളല്ലേ ഞങ്ങൾക്ക് രാവിലെ, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് അവര് ഭയങ്കര അതായത് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. താരചാടൊന്നും ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റ് അതോ വലക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ ആ ഒരു വൈബ് ഉണ്ടാക്കി. അത് ജെയ്സൺ അതിൽ പുലിയേറും. അല്ല, അത് ചെയ്താലേ എനിക്ക് റോള് കിട്ടുള്ളൂ. ഈ വരെയൊക്കെ യുവർ റോൾ വാസ് അമേസിംഗ്. തീർച്ചയായിട്ടും ബിക്കോസ് അതൊരു എന്താണ്, ഒരു കരിയർ ബെസ്റ്റ് തന്നെ പറയാം. അല്ല, അറിയാറുണ്ട് ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷൻ ടൈമിൽ സ്റ്റാർട്ടിങ് ടൈമിൽ കഥ എഴുതുമ്പോൾ കറിയും ചോറും വെച്ച് കൊടുത്തിട്ട് പടം തുടങ്ങിയപ്പോ എന്നെ വിളിക്കാത്തവരുണ്ട്. ഇത് എന്നെ വാക്ക് പാലിച്ച് ആ ലീഡ് ക്യാരക്ടർ തന്നുകൊണ്ട് കുഴപ്പമില്ല. ഇനിയും കറി വെക്കാൻ എന്റെ ബാല്യം ബാക്കിയാണ്, ഞാൻ റെഡിയാണ്. ഏത് ഡയറക്ടർക്ക് വിളിക്കാം. അപ്പൊ എനിക്ക് അറിയേണ്ട കാര്യമുള്ളൂ, ഈ ആഘോഷങ്ങൾ തിമിർത്താടി എന്നൊക്കെ അറിയാം. അച്ഛന്റെ ഗ്ലാസ് പോയിന്നോ, പിന്നെ കയ്യിലെ ഗ്ലാസ് അല്ല, ഇവിടെ വെച്ച ഗ്ലാസ് അറിയില്ല, അത് ആരും അടിച്ചതാണെന്നോ അത് താഴെ വീണ് പോയതാന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ അതൊക്കെ? അത് പിന്നെ ചില സാഹചര്യം പുറത്തു പറയാൻ പാടില്ലാത്തോണ്ട് അതൊക്കെ തന്നെ ഇരുന്നോട്ടെ. എന്തിനാ ജോലിച്ചേട്ടാ ഇല്ലാ കഥകളുമായി. ഡയറക്ടർ കാണാനോ ഡയറക്ടർ കാണാതെയാണോ അതൊക്കെ സംഭവിച്ചാൽ? പറയണോ? പിന്നെ ആണോ? എന്നാ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, വെറുതെ കള്ളം പറയില്ലേ. എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റാണ്. ആണല്ലേ? ആരാണ് ഈ കള്ളം പറയുന്നത്? നിങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരാൾ എൻ്റെ അടുത്ത് സ്വയത്തം പറഞ്ഞു, ജയ്സന്റെ പല ക്ലാസ്സുകൾ നിശ്ചയിക്കേണ്ടത്. അതെന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഈ ബാൽക്കണിയിൽ ഇങ്ങനെ ബാൽക്കണി ഇല്ല, അപ്പൊ ഞങ്ങൾക്ക് ജനല് ചാടിയിട്ട് വേണം. അപ്പൊ ഈ അപ്പുറത്ത് താമസിക്കുന്നതിന്റെ കോ ആർട്ടിസ്റ്റുകളായ ഒരാളിൽ ചിരിക്കണം. ഞങ്ങൾ സ്ഥിരം ജെല്ല് ചാട്ടായിരുന്നു. ഞങ്ങൾക്ക് അതിന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജെല്ല് ചാടി ഗ്രില്ലെടുത്ത് വന്നത്, കാരണം അത് ശീലമായി പോയിട്ടേ. അപ്പൊ ആദ്യത്തെ ബോബി കുര്യന്റെ ഏറ്റവും ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ജനല് ചാടി അപ്പുറത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാല് ടച്ച് ചെയ്യാണ്ട് ഈ ജനൽ അപ്പുറത്തേക്ക് ചാടണം. അപ്പോൾ ടച്ച് ചെയ്യുന്നവനാണ് ഇവിടെ എൻട്രി ഉള്ളൂ. അപ്പോൾ അന്നൊരു ഗസ്റ്റ് വന്ന് ആദ്യത്തെ ചെടി കാല് മുട്ടാതെ കാല് കവച്ച് ഇപ്പുറത്ത് ചാടും. അങ്ങനെ ചാടിയാൽ ഓക്കെ വന്നിരിക്കാം. അപ്പൊ ഇതുപോലെ ഗ്ലാസ് കിട്ടും. ബദലി വരുന്ന അച്ഛനാണോ അത് ക്യാരക്ടർ? ഇല്ല, അല്ല, അച്ഛൻ ഉടുപ്പിന് ശേഷം. നല്ല അച്ഛനാണ്. നല്ല അച്ഛൻ. നല്ല അച്ഛനാണോ? നല്ല അച്ഛൻ. അച്ഛൻ ഈ മധുര കാരണമൊക്കെ നന്മകൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ നന്മകൾക്ക് വേണ്ടി ഒരു സന്ദേശം കൊടുക്കാനുള്ള സ്റ്റോറിയാണെന്ന് എനിക്കത് തീർച്ചയായും സിനിമ കണ്ടിട്ടില്ല. നല്ലൊരു മെസ്സേജ് കണ്ടു. പക്ഷെ അവിടെ നടന്ന് കടക് വിരുദ്ധമാണെന്ന് കേട്ടത് സത്യമാണോ? ഞങ്ങൾ വളരെ, അതായത് ഏത് തിന്മ കാണിച്ചു കൊടുത്തിട്ടല്ലേ അതിന്റെ ദൂഷ്യം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എങ്ങനെയാണ് എന്താ സംഭവിക്കാന്ന് കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ തിരുത്തി നല്ലവരായതിലേക്ക് വരണമല്ലോ. അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ, വില അറിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിട്ട് അഭിനയിച്ചതാണ്. എന്റെ പൊന്നി വിളിച്ചിട്ട് അറിയാലോ, മറ്റേ എവിടെ ചെന്നാലും ഇപ്പൊ ഗുമസ്തൻ ചെയ്തു കഴിഞ്ഞിട്ട് ആൾക്കാരുടെ അടുത്ത് ഗുമസ്തൻ കണ്ടു, പക്ഷെ ജെയ്സിനെ കണ്ടില്ലല്ലോ. അതിനകത്ത് മറ്റേ നരച്ച താടിയും പൊള്ളി നരച്ച മുടി ചെയ്ത് വെച്ചു. അപ്പൊ ഞാനും അവനോട് പറഞ്ഞു, ഇവിടെ ഇപ്രാവശ്യം വണ്ടി കണ്ട വയസ്സിനും നരച്ച മുടിയൊന്നും ആക്കല്ലേട്ടോ,
മര്യാദയ്ക്ക് ഒരു സാധനം തരണേന്ന് പറഞ്ഞു. പിന്നെ ഉറപ്പായിട്ടും ചെറുപ്പം നല്ല ക്യാരക്ടർ. അവിടെ ചെന്ന് ആദ്യം തന്നെ എൻ്റെ മീശ അങ്ങ് ഓടിച്ചു. അത് വീണ്ടും വേറെ രൂപം ഗുമസ്തരി കണ്ട ആളായിട്ട് ഒരു ബന്ധമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ മറ്റേ നമ്മൾ കരോൾപ്പാട്ട് ഇറങ്ങി. ഞാൻ കരോൾപ്പാട്ട് കണ്ടു, പക്ഷെ ചേച്ചി നിന്നെ കണ്ടില്ലല്ലോ എന്ന് ശരിക്കും ചോദിച്ചതാ. അപ്പൊ സന്തോഷമായി. അപ്പൊ ഇതിലും തിരിച്ചറിയുന്നില്ലല്ലേ. ക്യാരക്ടർ. എനിവേ, അപ്പൊ റോസ്മിന് അവിടെ സംഭവിച്ച ഒരു അബദ്ധമെങ്കിലും പറയാമോ? അബദ്ധം ചെയ്തതും ഇവരാ സംഭവിക്കപ്പെട്ടതും ഏതെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്ത അബദ്ധം പറഞ്ഞ പോലെ ആ അമലേട്ട ഫോൺ ചെയ്തപ്പോ ആ അമലേട്ട ഞാൻ ചെയ്യാന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് അബദ്ധം. പിന്നെ 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 അബദ്ധം ഇല്ലാത്ത ഭാവം ഇല്ലാണ്ട് പറ്റില്ല അല്ലെ. റോസ്മിൻ അബദ്ധം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റോസ്മിൻ ആദ്യം നമ്മളൊന്ന് പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേകളിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും എൻ്റെ ബോബിക്കുര്യൻ്റെയും റൂമിന്റെ നടുക്കായിരുന്നു മറ്റേ റോസ്മിന്റെ റൂം. അപ്പോൾ അപ്പൊ ഞങ്ങള് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഥ പറയാണ്ടിരിക്കാൻ പറ്റില്ല, തമാശ പറയും. പിന്നെ അതായത് ഞങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ ചെല്ലില്ലേ, അതായത് ഈ വിൻഡോ തുറന്ന് ഞങ്ങൾ ഇപ്പുറത്തെ ചാടണം, അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ചാടിയിട്ട് ഞങ്ങളെ ബാൽക്കണില്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നും ചുറ്റി സഞ്ചാരം ഇല്ല. അപ്പൊ ഞങ്ങൾ എവിടെ നിന്ന് ചാടിക്കണോ ഒരു കൂടുതൽ ചാടിക്കണോ ഒരു പുറത്ത് ഇതിന്റെ ബാക്കിൽ നിന്നിട്ടാണ് ഞങ്ങളുടെ സംസാരം മുഴുവൻ. അപ്പൊ ഇതിന്റെ ഇടയിൽ റൂമിലാണ് റോസ്മിൻ. അപ്പൊ ഞങ്ങളെ പുറത്ത് നിന്ന് സംസാരവും വേളവും പരിപാടിയില്ല. അങ്ങനെ ഇപ്പൊ റോസ്മിൻ 2 ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്തൊന്ന് ജയിച്ചേട്ടാ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്താ വെച്ച്, അല്ല റൂം അപ്പുറത്തും ഞാൻ നടക്കുവാണല്ലോ, ഞാൻ അങ്ങോട്ട് മാറിക്കോട്ടെ, ചേട്ടൻ ഇപ്പുറത്തേക്ക് വരാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ മാറിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് റോസ്മിൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ നടുക്ക് റോസ്മിൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നമ്മളന്ന് കുക്കിംഗ് അവിടെ ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫ്രണ്ട് മലപ്പുറത്ത് അഷ്റഫ് ക, ഇങ്ങനെ പല പല ഫ്രണ്ട്സും വൈകുന്നേരം ആകുമ്പോൾ ബിരിയാണിയും സാധനങ്ങളൊക്കെ ആയിട്ട് വരും. മട്ടൻ ബിരിയാണി, മുട്ടൻ ബിരിയാണി സാധനങ്ങൾ വെച്ച് അഷ്റഫ് ക. അപ്പോൾ ഞങ്ങൾ നേരെ അത് നമ്മുടെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സെറ്റാക്കും. അപ്പം നടുക്ക് റോസ്മിൻ ഉള്ളത് കൊണ്ട് ഈ മണം അടിച്ചത് വേണ്ട എന്ന് ഞങ്ങൾ റോസ്മിനെ വിളിക്കായിരുന്നു. റോസ്മിന് മാറിയോടുകൂടി റോസ്മിന് മിസ്സായി തുടങ്ങി. റോസ്മിൻ പ്രൊഡക്ഷൻ ഫുഡ് മാത്രമായി. അപ്പൊ ഞങ്ങളുടെ ഭക്ഷണങ്ങൾ കിട്ടാതെ റോസ്മിൻ വീണ്ടും തിരിച്ച് കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സെൻട്രലിലെ റൂമില്ല. അപ്പൊ റോസ്മിൻ എനിക്ക് പഴയ റൂം തന്നെ തരാവോ? അപ്പോഴാണ് മനസ്സിലായത് റൂം മാറിയത് അബദ്ധമായി. ഇവൻ പറയുന്ന സത്യമാണ് കുഞ്ഞ. സത്യം ഞാൻ പറയാം. ഇവന് അത്ര വിശ്വാസം. എന്നാലും സത്യം പറ. ഇതൊക്കെ സംഭവിച്ചു. പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ. അത് കുട്ടൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞു. അഷ്റഫിക്ക നമ്മുടെ സുഹൃത്ത്, പുള്ളി കുട്ടൻ ബിരിയാണി ഞങ്ങളുടെ ലൊക്കേഷനിൽ അത് പുള്ളിയുടെ വൈഫ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഞങ്ങൾ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഫുള്ള് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അതെ അതെ. അല്ല, കെ ബൈജുവിനെ സംബന്ധിച്ച് അങ്ങനെ തരലില്ലല്ലോ. അവൻ നമ്മളുള്ള സ്ഥലത്ത് വന്ന് കടിച്ചു മുടിപ്പിക്കാൻ വരുന്നതല്ലേ. ഞങ്ങളുടെ സ്നേഹമുള്ളൊരു സുഹൃത്താണ് ബൈജു. ഓക്കെ, എനിവേ, സോ അഗൈൻ നമ്മുടെ ഒറിജിനൽ ഇതിനകത്ത് വരാം. എവിടെയോ കാട് കയറി പോയിട്ടുണ്ട് സംഭാഷണങ്ങളെല്ലാം. ആഘോഷം എന്ന സിനിമയുടെ രചയിതാവും സംവിധാനവുമായ അമൽ, കൂടാതെ ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചങ്ക് ചെന്നൈ ജെയ്സ് എന്ന് പറയുന്ന ജെയ്സും, നായികയായ റോസ്മിൻ. നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ കൂട്ടായ്മയെ കുറിച്ച് ഒന്നുകൂടി പറയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് സിനിമകൾ, ഞാൻ 8 സിനിമ ചെയ്താണ്. ഈ സിനിമകൾ പലരും എന്നെ വിളിക്കാറുണ്ട്, നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടോ, കഥ ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല, ഇപ്പം ഞാൻ സിനിമ പ്രൊഡക്ഷൻ നിർത്തി. പക്ഷേ എന്നെ വിളിക്കുന്ന എനിക്ക് വിരോധത്തില്ല. യു ആർ മോസ്റ്റ് വെൽക്കം ടു കോൾ മീ. ബട്ട് ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല. ഐ വിൽ സേ കീപ് ട്രൈയിങ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ പഴയ സിനിമകളെ നോക്കിക്കഴിഞ്ഞാൽ, പഴയ ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കഥകൾക്ക് പഞ്ഞില്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ there are a lot of good stories. കൂട്ടായ്മ ഉണ്ടാക്കുന്നതല്ലേ അമലാണ് പറയേണ്ടത്. ബിക്കോസ് യു ആർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് 2 പടങ്ങൾ. കൂട്ടായ്മയിലല്ലേ നിങ്ങൾ എല്ലാം ഉണ്ടാക്കിയത്? അല്ല, ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി. കാരണം ഞാൻ പറഞ്ഞത് ഒരു ടീം വർക്കായാൽ മാത്രമാണ് സിനിമ ഇന്നത്തെ കാലത്ത് വിജയിക്കുന്നത്. ഒരിക്കലും ഒരാൾക്ക് മാത്രം ഒന്നും ചെയ്യാൻ, ഒറ്റയ്ക്ക് ഒരു പടവും വിജയിപ്പിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ നമ്മൾ റിലീസായിട്ടുള്ള പല പടങ്ങളുടെ ലിസ്റ്റ് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഗുമസ്തൻ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ആദ്യം പറഞ്ഞ ഗുമസ്തനും ഈ ആഘോഷമൊക്കെ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതാണ്. കാരണം നമുക്കെന്ന് വെച്ചാൽ ടീം വർക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പം പറയാം കുറേ നമുക്കൊരു സിനിമ ഇപ്പം ഏതൊക്കെ വലിയ പടമാണെങ്കിലും ചെറിയ പടമാണെങ്കിലും
ഒരു സിനിമ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് തൊട്ട് റിലീസ് വരെയും കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും. ഇഷ്ടം പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത Certainty-യുടെ വ്യക്തമായിട്ട് അറിയാവുന്ന peak-ആണ്. ഞാൻ പറയാതെ വ്യക്തമായിട്ട് ചോദിച്ചെന്ന് അറിയാം. കാര്യം കുറച്ച് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഈ ടീം വർക്ക് നിൽക്കുമ്പോൾ ഗുണം വെച്ചാൽ പല സ്ട്രഗിൾസും നമുക്ക് നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇപ്പം സിനിമ എന്തുകൊണ്ട് സിനിമ എന്ന് മാത്രമല്ല ഇന്നത്തെ കാലത്തൊക്കെ ഒരു ബിസിനസ് ആണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു ടീം വർക്കിന്റെ സ്പിരിറ്റിലേക്ക് ഒരിക്കലും വിജയിക്കില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അല്ലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ സാധാരണ നമ്മൾക്കൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ എല്ലാം നമ്മൾ പ്രൊഡക്ഷനെ ഏൽപ്പിച്ചിട്ട് എല്ലാം പ്രൊഡ്യൂസറോട് ആ റൂം അത് വേണം, ഇന്ന വണ്ടി വേണം, ഇന്ന ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മളൊരു ടീമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു സീനിന് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടുതൽ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും. ആ വണ്ടി നിന്റെ വണ്ടി ഉപയോഗിച്ചോ, ഒരു ലൊക്കേഷൻ വേണം അതെന്താ നമ്മുടെ വീട് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് കൂടെ നിൽക്കുന്ന ഇപ്പോൾ ആർട്ടുകാർ വരും. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഐറ്റംസ് വേണം, ആ സാറിൽ എൻ്റെ വീട്ടിൽ അതെടുത്തു, പക്ഷേ സൂക്ഷിച്ചാൽ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തോടെ നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം ഭയങ്കര. മാത്രമല്ല ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ പറ്റി പറയാം, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ടീം വർക്കിന്റെ കാര്യം പറയുമ്പോൾ കാരണം വെച്ചാൽ നമുക്കിപ്പം ഇപ്പം നമുക്ക് മെയിൻ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ്, ഡോക്ടർ പ്രിൻസ് പ്രോസി, ഡോക്ടർ ദേവസി കുര്യൻ, ജെസി മാത്യു, ആനിജി, അങ്ങനെ കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരൊരു കൂട്ടായ്മ ഭയങ്കര അവരുടെ ടീം വർക്ക് നമുക്ക് വേറെ ലെവൽ ടീം വർക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം സാധാരണ ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് ഇടയ്ക്ക് വരും, 2 ദിവസം നിൽക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കിയിട്ട് അവർ തിരിച്ചു പോകും. അപ്പം ഫോണിൽ കൂടെ അവർ അതിൻ്റെ അപ്ഡേറ്റ്സ് നോക്കും. ഇതെന്ന് പറയാൻ അങ്ങനെയല്ല. ആഘോഷം സിനിമയിൽ നമ്മൾ ഡേ 1 മുതൽ അവർ പാക്കപ്പ് വരേക്കും ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര നമുക്കും ഭയങ്കര വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും നമ്മളോട് കട്ടയ്ക്ക് നിന്ന് ഇപ്പം നമ്മളിപ്പം അവർ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി മാത്രമല്ല അവരെടുക്കുന്നത്, അവർ മറ്റ് പല കാര്യങ്ങളും നമ്മുടെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര അത് നമ്മൾ ഒരിക്കലും നമ്മളെന്താ പറയുക അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല അല്ലേ. അതെ, അവരും ഈ ആഘോഷ കമ്മിറ്റിയിൽ ഭാഗമായി വൈകുന്നേരം ഞങ്ങളുടെ കൂടെ ആഘോഷിക്കും. കാലത്ത് അതിനുള്ള ഞങ്ങൾ എനർജി തരും. കാലത്ത് എണീറ്റ് അവർ സ്ട്രിക്റ്റ് ആവേണ്ട കാര്യത്തിൽ സ്ട്രിക്റ്റ് ആവും, കൂടെ നിൽക്കുന്നതിൽ കൂടെ നിൽക്കും, എല്ലാത്തിനും നിൽക്കുന്ന അത്ര മനോഹരമായിട്ട്. ലിസിയും പറഞ്ഞ പ്രൊഡ്യൂസർ പുള്ളിക്കാരി ആക്ച്വലി എന്താ പറയുന്നത് സോഷ്യലി പല കാര്യങ്ങൾ ഇടപെടുകയും അല്ലെങ്കിൽ ഭയങ്കര സ്പിരിച്വലിയൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം ഇതിന്റെ ആക്ച്വലി ഈ ആഘോഷം സിനിമയുടെ കഥ സ്റ്റോറി ആക്ച്വലി ലിസി മാർക്കറ്റിയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കഥയുണ്ട്. കാരണം ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാൾ ഒരു കഥ പറയുമ്പോൾ കഥയായിട്ട് വരുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്തൊരു അവസ്ഥയുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അത് പ്രത്യേകിച്ച് ലേഡി ആകുമ്പോൾ. പക്ഷേ ഞങ്ങൾ അന്തപ്പേ ഞാനും ജേസനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കഥ കേൾക്കുന്ന ആ സമയത്ത്. അപ്പം ഞങ്ങൾ കൊമേഴ്സ്യലി വേറെ ലെവൽ എലമെന്റ്സ് ഒക്കെ ഉള്ള ഭയങ്കര ഞെട്ടിക്കുന്ന ഭയങ്കര ഒരു പക്ക ഒരു തിയേറ്ററിക്കൽ പടമാണ് ചേച്ചി പറഞ്ഞ കഥ. അങ്ങനെ ചേച്ചി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളതാണ്, ദൈവശാസ്ത്രം PhD എടുത്ത ആളാണ്. അപ്പോൾ പുള്ളിക്കാരി മെയിൻ ഇങ്ങനെ ആളുകളെ കൗൺസിലിങ്ങും എല്ലാം ഒന്ന് US ഓസ്ട്രേലിയ ഇങ്ങനെ കറങ്ങി നടന്ന് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പുള്ളിക്കാരുടെ അനുഭവങ്ങളും കേട്ടേക്കണം ഭയങ്കരമായ പാക്കേജുകൾ ഉള്ളിൽ കിടക്കുക. അപ്പോൾ ഞങ്ങളപ്പോൾ ആദ്യമായിട്ട് ചേച്ചിയുടെ ഇങ്ങനത്തെ ഒരാൾ കഥ പറയാൻ വേണം. ചേച്ചി ഇങ്ങനെ ഒത്തിരി മറ്റേ പ്രാർത്ഥനക്കാരെയാണൊക്കെ കേട്ടത്, എന്നാലും നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടി ചെന്ന് കേൾക്കുമ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് വന്നത് ഈ ഒറ്റ ബസ് ചോദിക്കാനുള്ളൂ. ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിനെ എനിക്കറിയാം, നേരിട്ട് അറിയുന്നവരാണ്. ജോഷ് സാറ് മുതൽ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ. അതിനത് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള ഡയറക്ടേഴ്സ് അറിയാം. അമലിനെ കുറിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, നിങ്ങളെല്ലാ ആർട്ടിസ്റ്റുകളെയും സോപ്പിട്ട് പതപ്പിച്ച് അവരിൽ നിന്ന് ഊറ്റിയെടുത്ത് മാറുന്ന ഒരാളാണത്. സത്യമാണോ കുഞ്ഞേ? അത് ആക്ച്വലി എന്താ എനിക്ക് ഇൻഡസ്ട്രി ഞാനിപ്പോൾ വന്നിട്ട് ഒരു 16-17 വർഷം ഇൻഡസ്ട്രി വന്നിട്ട്. ഇപ്പോൾ ക്യാമറ സാറിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം വന്നത്. ക്യാമറ സാറാണ് എൻ്റെ ഗുരു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ 16-17 വർഷം നമുക്ക് ഒത്തിരി ആർട്ടിസ്റ്റായിട്ടും ടെക്നീഷ്യനായിട്ടും കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതായത് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഭയങ്കര ഷൗട്ട് ചെയ്ത് ഭയങ്കര റഫ് ആൻഡ് ടഫ് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ പെർഫോം ചെയ്യാൻ സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം അവരെ കംഫർട്ടബിൾ ആക്കുക. അവർ കാരണം ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ എല്ലാവർക്കും പറയാം, വർക്ക് ചെയ്ത എല്ലാവർക്കും പറയാം, പല ആർട്ടിസ്റ്റുകളും പല മനോഭാവമുള്ള പല മൈൻഡ് സെറ്റുള്ള പല ടെൻഷൻസും കൺഫ്യൂഷൻസുകളും ആൾക്കാരിക്കണം. പക്ഷേ അതൊക്കെ നമുക്ക് ഓൺ സ്ക്രീൻ നമുക്ക് വരുത്തിക്കാൻ നമുക്ക് പടത്തിനെ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പോലെ അവരെ പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ മാക്സിമം അവരെ കംഫർട്ടബിൾ ആക്കി അവരെ നമ്മുടെ കൂടെ നിർത്തി ആ ടീം വർക്ക് ആ ഫ്രണ്ട്ലി കൂടെ കൂട്ടി നിർത്തി പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പിന്നെ നായികൻ എത്ര പതപ്പിച്ചു ഡയറക്ടർ? ഒരിക്കലും അത് റോസ്വിൻ ആക്ച്വലി ഞങ്ങൾ നായികനെ തപ്പി ഞങ്ങൾ കുറേ ഞങ്ങൾ നോക്കി. അപ്പോൾ ഈ പടത്തിലേക്ക് ഓഡീഷൻസ് നടത്തി. നമ്മൾ അല്ലാണ്ട് നമ്മൾ പേരുന്ന സർക്കിളിൽ നമ്മൾ പല ആൾക്കാരുടെ അന്വേഷിച്ചു, സെർച്ച് ചെയ്തു. അപ്പോൾ പക്ഷേ നമുക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ആഘോഷം സിനിമയുടെ പൂജ നടക്കുന്നതിന്റെ തൊട്ട് തലേദിവസമാണ് നായികനെ നേരിട്ട് കാണുന്നത് തന്നെ. അപ്പം അത് ഓക്കെ ആവുന്നത് തന്നെ. അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് അപ്പം നമുക്കൊരു അത് ഗട്ട് ഫീൽ ആണല്ലോ. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴും നമ്മൾ ആദ്യം റഫർ ചെയ്യപ്പെടുക നായികയെ പറ്റി നമുക്ക് റഫർ ചെയ്യപ്പെടുക റോസ്മിന്റെ ഫോട്ടോസും സ്റ്റിൽസും വീഡിയോസും കാണുമ്പോൾ നമുക്ക് ഒരു ഗട്ട് ഫീൽ ആണ്. പക്ഷേ
നമ്മൾ പ്രതീക്ഷയിലും പതിലും ഇരട്ടി ഒരു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അപ്പുറത്തിന് ഔട്ട്പുട്ട് റോസ്മിൻ നമുക്ക് തന്നു എന്നുള്ളത് ഭയങ്കര ഒരു വെരി യു വാണ്ട് ടു സേ സംതിങ് ലാസ്റ്റ് അല്ല ഈ ഇന്നിപ്പോ ഈ റോസ്മിനെ പറ്റി ഇത്രയും കള്ളം പറഞ്ഞ് കുമ്പസാരിക്കുന്ന ഞാൻ പറഞ്ഞതല്ല ഈ ഒരു ഡയറക്ടർമാരില് പല ഡയറക്ടർമാരെയും കണ്ടിട്ടുണ്ടെങ്കിലും ടെക്നിക്കലി ഇപ്പോൾ ചില ഐഡിയകൾ കൊണ്ട് ഒരു നടനാക്കി മാറ്റാന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് പുള്ളിന്ന്. കാരണം അമൽ എപ്പോഴും ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുന്ന ഒരാളാണ്. അതൊരു വലിയ മനസ്സാണ്. ഇപ്പോൾ പുള്ളിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ ചോദ്യത്തിലുള്ള അവസരം ചോദിച്ചു വരുന്ന, അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ അവസരം ചോദിച്ചു വരുന്ന ആളുകളുടെ അപ്പമേഷൻ തന്നത് അതെ വൃത്തികെട്ട അങ്ങനെ അല്ല. അപ്പോൾ ചില ആർട്ടിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുമ്പോൾ പുതിയ ആളായിരിക്കും. അപ്പം ഞാൻ നോക്കും നമ്മളും കൂടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് വർക്ക് ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇത്ര സ്വാതന്ത്ര്യമായിട്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അടുത്തിരുന്നിട്ട് എല്ലാം ചർച്ച ചെയ്യും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചില ആർട്ടിസ്റ്റ് മോണിറ്ററിൽ അവൻ അഭിനയിച്ചേക്കണ കാണുമ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും ഡയലോഗ് പറഞ്ഞേക്കണത്. ചിലപ്പോൾ മൂവ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. എടാ അത് സെൻറ്റിമെൻറ്റ്സ് ആണല്ലോ ഈ പുള്ളി ഇങ്ങനെ തന്നെ ഒരു പരിപാടിയുടെ സ്പീഡ് ഇത്തിരി കുറവ്. ഇവൻ അതിനൊരു പുള്ളിയ മീറ്റർ സ്പീഡ് കുറച്ചിട്ട് ആ ലുക്കിനെയൊക്കെ ഇങ്ങനെയൊക്കെ, അതായത് അഭിനയിക്കാൻ അറിയാത്തവരെ പോലെ അഭിനയിപ്പിച്ചെടുക്കാനുള്ള ഒരു ഭയങ്കര കഴിവും എടുക്കും അതിനകത്ത്. ഒരു ഞങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഗുമസ്തൻ ചെയ്ത സമയത്ത് ജെയ്സൺ ആക്ച്വലി ആക്ച്വലി എല്ലാവർക്കും പറയാം ഗുമസ്തനിലെ ക്യാരക്ടർ അറൌണ്ട് 60s അല്ലെങ്കിൽ 65 ക്യാരക്ടർ. അപ്പൊ ആ കഥാപാത്രം പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ് പറയുമ്പോഴേക്കും ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അയാളുടെ മോഡുലേഷൻ, അയാളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഒരു ആ വോൾട്ടേജ് കെറ്റപ്പാണോ പുള്ളി ആ വോൾട്ടേജ് കെറ്റപ്പെട്ടിട്ട് ചില സമയത്ത് മറന്നു ചെറുപ്പക്കാരെ പോലെ അറിയാണ്ട് നമ്മൾ എണീക്കണോ ഒക്കെ സ്പീഡിലാകുമ്പോ അപ്പൊ അപ്പൊ വേണം പിന്നെ മെല്ലെ ആഘോഷമായി എടുത്ത ആഘോഷത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഇതിൻ്റെ മുഴുവൻ പിന്നണിയിലുള്ളത്. പിന്നെ എസ്പെഷ്യലി ശിവൻ ദേവസി, അമല്, ജയസ്, പിന്നെ പരിചയപ്പെടുത്ത സുന്ദരകുട്ടി, കൈലാസ്, അല്ല നീ ഇങ്ങനെ കൈലാസ്, അങ്ങനെയല്ല സാജു, ബിബിൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ വിജയങ്ങളും നേരുന്നു. ആഘോഷം എന്ന നമ്മളുടെ സിനിമ, ഇപ്പം നമ്മുടേതായ സിനിമ ക്രിസ്മസ് റിലീസായിട്ട് വരുന്നു. ഗംഭീരമായിട്ട്. താങ്ക് യു.